നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ശിഷ്യന്മാർക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപിടിച്ച നിർദ്ദേശങ്ങൾ അറിയിക്കണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതും ഉണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വേഴ മാറ്റത്തെക്കുറിച്ചാണ്. ഈ 2024 മെയ് മാസം 1-ാം തീയതി 12:59 മേടൻ രാശിയിൽ നിന്നും വേഴം ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് മാസം 14-ാം തീയതി വരെയാണ് ഇടവൻ രാശിയിൽ വേഴം സഞ്ചരിക്കുന്നത്. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരനും സൗഭാഗ്യകാരകനും ഒക്കെയാണ് വേഴൻ എന്ന് പറയുന്ന ഗ്രഹം. ഇത് നമുക്ക് നല്ല രാശിയിൽ വരുന്ന സമയങ്ങളിൽ, സഞ്ചരിക്കുന്ന സമയങ്ങൾ നമുക്ക് നേട്ടങ്ങൾ കിട്ടും. പൂരുരുട്ടാതി അവിട്ടത്തിൻ്റെ 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 3/4 വരെയുള്ള കുംഭൻ രാശി കൂടുതലാർക്കാണ് ഇപ്പോഴും വേഴം നിൽക്കുന്നത് 3-ലാണ്. വേഴം 3 നിൽക്കുന്ന സമയം നമ്മളൊരു ഓട്ടിന് തോറ്റുക, ഒരു മാർക്കിന് തോറ്റുക, റാങ്ക് ലിസ്റ്റ് കിട്ടുന്നിട്ട് ജോലി കിട്ടാതിരിക്കുക, അരമാർക്കും 1 മാർക്കും കിട്ടാതെ വരുമ്പോൾ ക്ലാസ്, റാങ്ക്, ഡിസിഷൻ, പ്ലസ്, സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോവുക, പ്രൊമോഷൻ കിട്ടാതിരിക്കുക, കൂടുതൽ സാലറി കിട്ടാതിരിക്കുക, സർക്കാരിൻ്റെയും അധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്തു നിന്ന് കഠിനമായ വിഷമതകളും ശത്രുതകളും ഉണ്ടായി പോവുക, ജോലി വില രാജ്യം വച്ച് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകാമെന്ന് നമുക്ക് തോന്നിപ്പോവുക, അങ്ങനെ നാടും വിട്ട് വീടും വിട്ട് ഇങ്ങനെ അലഞ്ഞ് വലഞ്ഞ് നടന്ന് എൻ്റെ ജീവിതം തകർന്നു പോയെന്ന് വിഷമിക്കുന്ന തരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന സമയമാണ് ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് ഉള്ളത്. ഇത് ചതയം നക്ഷത്രമൊക്കെ ഭയങ്കര ആത്മീയവും ദൈവികമൊക്കെ ഉള്ള ആളാണ്. സന്യാസിമാരെ പോലെ ജീവിക്കുന്നവരാണ് ഈ ചതയ നക്ഷത്രക്കാർ. ഗുരുദേവൻ്റെ നാളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്തി കൊണ്ട് എല്ലാ അമ്പലം കണ്ടാലും, പള്ളി കണ്ടാലും, ദൈവങ്ങളെ കണ്ടാലും, ആളിനെ കണ്ടാലും തൊഴുത് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇത്രയും ജനങ്ങളെ സ്നേഹിച്ചിട്ടും ദൈവങ്ങളെ സ്നേഹിച്ചിട്ടും നമുക്ക് ദുഃഖങ്ങളല്ലാതെ ഒരു ഗുണവും കിട്ടണില്ലെന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാരണം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 7-ാണ്ട ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹപ്പഴയുണ്ട്. രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനിത കയറിയ സമയം. 2024 മെയ് വരെ വേഴം 3-ലാണ്. അങ്ങനെ 2 ഗ്രഹങ്ങളാണ് പിഴച്ചു നിൽക്കുന്നത് കുംഭൻ രാശി കൂടുതൽ. അപ്പോൾ ഈ മെയ് മാസം 1-ാം തീയതി മുതൽ 3-ലെ വേഴൻ മാറി 4-ൽ വരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം 4-ൽ വേഴൻ നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാകസ്തത്ര, അതൊരു വലിയ എത്ര രോഗിയായിട്ട് ചവാൻ കിടക്കണ ഒരാളാണെങ്കിലും സുഖിയായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ്. രോഗവിപത്തുക്കളും മാറും. 2 വേഴൻ 4 നിൽക്കുമ്പോൾ നമുക്ക് ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വീട്ടിൻ്റെ കടവും വണ്ടിയുടെ കടമൊക്കെ മാറിക്കിട്ടാൻ, ഒരു വസ്തു വിറ്റിട്ട് പുതിയൊരു വസ്തു വാങ്ങിക്കുന്നവർക്ക് അവരുടെ ശ്രമഫലം വിജയിക്കാൻ, പഴയ കാറ് കൊടുത്തൊരു പുതിയ കാറ് വാങ്ങിക്കാൻ, അങ്ങനെ കലഹിച്ച് ഭിന്നിച്ചിരിക്കുന്നവരെല്ലാം ഒന്നിച്ച് സ്നേഹിച്ച് വരുന്ന ഒരു ഘട്ടമാണ് വേഴൻ 4 വരുമ്പോൾ. അമ്മ പോലും ശത്രുവാകുന്ന കാലഘട്ടമാണ് 7-ാണ്ട ശനി. രാമലക്ഷ്മണന്മാർക്ക് അച്ഛൻ സ്വത്തും വകയും അധികാരവും കൊടുത്ത് രാജാവാക്കി സംരക്ഷിച്ച് സ്നേഹിച്ചെങ്കിൽ അമ്മയാണ് കൂടും കൊടുക്കുകയും രാജ്യവും ഭരണവും എല്ലാം പിടിച്ചു വാങ്ങിച്ച് വനത്തിൽ പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ അമ്മമാരെയൊക്കെ ചിന്തിക്കുന്ന രാശി 4-ാം ഇടമാണ്. മാതുല
ഭാഗിനേയ സുഹൃതാംഗോ വേശ്വശയ്യാസന. അപ്പോൾ മാതാവും മാതുലന്മാരും മാതുല ഭാഗിനേയ മരുമക്കളും അതേപോലെ ബന്ധുവർഗങ്ങളൊക്കെ ചിന്തിക്കുന്നത് 4-ാം വീടാണ്. അപ്പം 4-ൽ വേഴം നിൽക്കുമ്പോൾ നമുക്ക് മാതാവിൻ്റെ പ്രീതി, ബന്ധുക്കളുടെ പ്രീതി, അമ്മാവന്മാരുടെ പ്രീതി, അതേപോലെ എല്ലാവരുടെയും പ്രീതി നമുക്ക് കിട്ടും. കലഹിച്ചിരുന്നവരെല്ലാം സ്നേഹിച്ച് വരുമ്പോൾ നിങ്ങളുടെ വിരോധം കാണിച്ച് നമ്മുടെ ജീവിതം നാശാക്കി കളയാതെ ശ്രമിച്ചാൽ മതി. ആരെയും സഹായം എനിക്ക് വേണ്ട, സ്നേഹം വേണ്ട, മാപ്പിള ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം, പെണ്ടാട്ടി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം എന്നൊക്കെ വാശി അഹങ്കാരവും കാണിച്ച് സ്വന്തം ജീവിതം തുലയ്ക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്നും മാറി നമുക്കുള്ളവരെ കൊണ്ട് തന്നെ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നത് ഒരു വലിയ നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടവരും സ്നേഹിച്ചവരല്ലേ നമ്മളെ വീട്ടിലുള്ളവർ. അവരോട് വിരോധം കാണിച്ച് ശത്രു കാണിച്ച് മാറി പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ സ്നേഹിച്ച് ജീവിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ സ്നേഹിച്ച് ജീവിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലത് വരും. വീടും വസ്തുവും കെട്ടിടവും വാഹനം ക്ഷേത്രങ്കോ ശയന ആസനാനി സുഖം വിത്യേഷാം ഹി ലാഹോ ഭവേ. ക്ഷേത്ര അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും യോഗമുണ്ട്. ഗോക്കൾ പശുവിനെ വളർത്താൻ യോഗമുണ്ടെന്നാണ്. ഇത് പണ്ടത്തെ കാലത്ത് ഒരു വീട്ടിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്ന ഒരു പശുവിൻ്റെ പാല് കറന്ന് കൊടുത്തായിരുന്നു. ഇന്ന് ഡയറി ഫാം, പൗൾട്രി ഫാം, കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ നടത്താൻ ആഗ്രഹമുള്ളവർക്ക് കൃഷി നാൽക്കാലി ഗുണങ്ങളൊക്കെ കിട്ടും. ശയിക്കാനുള്ള വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ, കട്ടിൽ, മേശ ഇതൊക്കെ വാങ്ങിക്കാനും ഉണ്ടാക്കാനും ഒക്കെ പറ്റും. വിദ്യേഷാമ്പി ലാഭോ ഭവൽ. അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും സുഹൃത്തുക്കളും പുരോഗതികളൊക്കെ കിട്ടി നല്ല സമാധാനത്തോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ് വേഴഗ്രഹം 4-ൽ സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ വേഴൻ 4 വീടും വസ്തുവും മാത്രമല്ല, വേഴൻ ഈ ദിശിൽ പുത്രാംഗ സൗഖ്യം സുരഗുരുരബലോ. അപ്പം ബുദ്ധിയും ശക്തിയും പുത്രാംഗ സൗഖ്യം, സന്തതിയക്കും നല്ല വിജയവും പുരോഗതിയൊക്കെ കിട്ടും. മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടാനും പിള്ളേരുടെ അസുഖങ്ങൾ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടാനും ഉള്ള സന്താനങ്ങൾക്ക് നല്ലത് വരാനും ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ്. അങ്ങനെ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയും കണക്ക് ദോഷം പിടിച്ച് ആലോചിക്കാതെ പലതും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടാകും. ബുദ്ധി കിട്ടും. പുത്രരും സന്താനങ്ങൾ കിട്ടും. സന്താനങ്ങൾ കിട്ടണ മാത്രമല്ല, ഉള്ള സന്താനങ്ങൾക്ക് വിവാഹവും വിദ്യയും ഐശ്വര്യവും അപ്രവൃത്തിയും പുരോഗതിയൊക്കെ കിട്ടും. ബുദ്ധിയും സ്നേഹം കിട്ടും. അവരുടെ സ്നേഹവും ബഹുമാനവും നമുക്ക് കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. സാമ്പത്തികം സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അതേപോലെ പല മേഖലകളിൽ നിന്നും നമ്മുടെ തൊഴിലിൽ നിന്നും ബിസിനസ് ഏജൻസി കോൺട്രാക്റ്റിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ കിടക്കണ പണവും പൈസയും ഭാഗ്യമൊക്കെ കിട്ടും. അങ്ങനെ സ്വസ്ഥമായ രീതിയിൽ നമുക്ക് സമ്പത്തും സന്തതിയും സൗഭാഗ്യവും ഐശ്വര്യമൊക്കെ ഈ 7-ാം ശനിയുടെ നടുവിൽ നിന്ന് കുടുങ്ങി ജീവിതം നശിച്ച് വിഷമിച്ച് മരിക്കുന്നത് വരെ നല്ലതെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമാണ് വേഴഗ്രഹം 4-ൽ വരുമ്പോൾ. നിങ്ങൾ വളരെ ഭക്തന്മാരായതുകൊണ്ട് നിങ്ങളുടെ ഭക്തിയും ദൈവികപരമായ അനുഗ്രഹങ്ങളും സഹായങ്ങളും കൊണ്ട് ബുദ്ധിയും ശക്തിയും ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ നമ്മളെ തേടിയെത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ ജീവിതങ്ങളിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യഥാർത്ഥമായി നേടിക്കിട്ടാനും പരാജയങ്ങൾ വിജയങ്ങളായിട്ട് മാറിക്കിട്ടാനും കയ്പ് മാറി മധുരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമായ സമയമാണ്. അപ്പോൾ ദൈവങ്ങളെ വീണ്ടും വിളിക്കണം. കാരണം നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും ജപങ്ങളും തപങ്ങളും പൂജകളും ആശ്രമങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് കളയുന്ന സമയമാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പുണ്യം കൊണ്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും നമുക്ക് കിട്ടുന്ന സമയമാണ് വേഴഗ്രഹം 4-ൽ വരുന്ന ഘട്ടം. അപ്പോൾ ഈ സമയത്ത് കുടുംബക്ഷേത്രവും കൂടെ ഒന്ന് നിർമ്മിക്കണം. പുതിയ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ആത്മീയ ദൈവിക കാര്യങ്ങളിലൊക്കെ കുറച്ച് സാമർഥ്യവും ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടുന്നതുമായ പുണ്യകാലമാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ
ഈ നാട്ടിൽ എല്ലാം നമുക്ക് നേടി ജയിക്കാൻ പറ്റും. ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് നല്ല പാട്ടുകാരും നൃത്തക്കാരും അവാർഡ് ജേതാക്കളും വലിയ വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളവരൊക്കെ ഈശ്വരഭക്തിയുള്ളവർ. ഏതൊരു വ്യക്തി വേണോ നിങ്ങൾക്ക് എടുത്തു നോക്കാം, അവരെ പുറകെ അവരുടെ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി ദിവസം നട തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയവും, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ മുതലായ നടത്തും. ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ കുറേ ഗ്രഹപ്പഴകൾ ദോഷങ്ങളൊക്കെ മാറും. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും നവഗ്രഹങ്ങളും ചാത്തസ്വാമിയും ഗായത്രി ദേവിയും മാടസ്വാമിയും ശരഭാമൂർത്തിയും അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയും എല്ലാ ദൈവങ്ങളുടെയും ശക്തിമത്തായ ചൈതന്യകല ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് കാലഭൈരവ ഭൂതത്താൻ തമ്പുരാൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കാം. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ 7 ശനിയുടെ ദുരിതത്തിൽ നിന്ന് ഈ വേഴത്തിൻ്റെ ഒരു മാറ്റം വലിയ ഒരു അനുഗ്രഹ കടാക്ഷമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.